മൈഡിയേഴ്സ് അപ്പോൾ ഒരു വണ്ടി ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഞാനൊരു വണ്ടി ട്രിപ്പ് അങ്ങ് പോയി. അപ്പോൾ ഒരുപാട് അങ്ങ് ദൂരെയൊന്നുമല്ല, എറണാകുളത്ത് നിന്ന് വളരെ അടുത്തായിട്ടുള്ള സ്ഥലമാണ്. അതായത് നമ്മുടെ കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിൽ ഉള്ള ഒരു സ്ഥലമാണ് ചിമ്മിനി ഡാം എന്ന് പറയും. എൻ്റെ പൊന്നോ, ഞാനൊരു നിമിഷം വിദേശത്താണോ എന്ന് പോലും ചിന്തിച്ചു പോയി. കാര്യം ഞാൻ വീഡിയോയിലൊക്കെ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ സ്ഥലങ്ങൾ. സ്റ്റിൽ ഇങ്ങനെ ഫോട്ടോസിലൊക്കെ വിദേശത്താണ് ഞാൻ കണ്ടിട്ടുള്ളത്. ആ കാണിച്ചു തന്നാൽ അറിയാം, അവിടെ ഒരു കാട്ടുപോത്ത് ഒറ്റപ്പെട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനെന്തോ ഒറ്റപ്പെട്ട് വന്നു, കാലിന് എന്തോ പറ്റിയിട്ടുള്ളത്. കാര്യം അത് സ്റ്റിൽ കുറേ സമയമായിട്ട് അവിടെ അങ്ങനെ തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ കൊട്ടവഞ്ചിയിൽ ഞാൻ കയറി കേട്ടോ. ഭയങ്കര ആഗ്രഹമായിരുന്നേ, വർഷങ്ങളായിട്ടുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു കേട്ടോ കൊട്ടവഞ്ചിയിൽ കയറണമെന്ന്. പക്ഷേ എനിക്കറിയില്ല, എന്തായാലും ആഗ്രഹങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നിറവേറി കഴിയുമ്പോൾ എന്താ ഒരു സന്തോഷം. കാര്യം ഈ കൊടകിലോ അങ്ങനെ കാസർഗോഡൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു ഈ കൊട്ടവഞ്ചി യാത്രയൊക്കെ ഉള്ളതുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഇവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ എന്തായാലും ഭയങ്കര സൂപ്പറായിരുന്നു. അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു കേട്ടോ കൊട്ടവഞ്ചിയിൽ യാത്ര ചെയ്ത്. അതിൻ്റെ ഗൈഡ് ഒരുപാട് കാര്യങ്ങൾ, ഈ വനത്തിനുള്ളിൽ ട്രക്കിൽ പോണതും മൃഗങ്ങളുടെ കുറേ കാര്യങ്ങളും ഇവിടുത്തെ കാര്യങ്ങളും ആനയുടെ കാര്യങ്ങളും പറഞ്ഞുകൂടാത്ത ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്ത് തന്നു കേട്ടോ. നല്ല പോലെ കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റി അവരെക്കുറിച്ചൊക്കെ. സത്യം പറയാം, എനിക്ക് പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എനിക്ക് കൃത്രിമമായ ആർട്ടിഫിഷ്യൽ സ്ഥലങ്ങളിലോട് വലിയ താല്പര്യമില്ല. പ്രകൃതി കനിഞ്ഞു നൽകിയ സൗന്ദര്യം ആസ്വദിക്കാനാണ് ഏറ്റവും ഇഷ്ടം. ഡാം കൃത്രിമമാണ്, പക്ഷേ എന്നാലും അവിടെ പ്രകൃതി സൗന്ദര്യം ഉണ്ടല്ലോ. അപ്പോൾ ഇതാണ് ചിമ്മിനി ഡാം കേട്ടോ. ചിമ്മിനി ഡാം, ആ ഡാമിൽ നിന്ന് വെള്ളം വീണതാണ്. പുക പോലെ തോന്നിയില്ലേ? ഇതൊക്കെ എന്തൊരു കാമാൻ്റെ കൂൾ, ഭയങ്കര നിശബ്ദത കേട്ടോ. ആൾക്കാരൊക്കെ ഭയങ്കര കുറവാണ് അവിടെ ഒത്തിരി. പലർക്കും ഇനി അറിയാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഭയങ്കര മനോഹരമായ സ്ഥലങ്ങളാണ്. പിന്നെ മയിലിനെ കണ്ടു, മയിലിനെ വരണ വഴിക്ക് തന്നെ മയിലിനെ കണ്ടു. 3-4 മയിൽ ഒന്നിച്ച് നിന്നിട്ട് കണ്ടു ഞാൻ. പിന്നെ അവിടെ ഒരു പാറ കണ്ടപ്പോൾ എനിക്കതിൻ്റെ മേളിൽ കയറാൻ തോന്നി. പിന്നെ ചെറിയ ഒരു എന്താ പറയുക, യശോദേ ആദ്യം തന്നെ ഒരു ചെറിയ ചാട്ടം. അപ്പോൾ എനിക്കങ്ങനെ നിങ്ങളുടെ അടുത്ത് ഭയങ്കര വിശദമായിട്ട് ഒന്നും പറഞ്ഞു തരാൻ അറിയത്തില്ല. ഞാൻ ആസ്വദിച്ച കാര്യം നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്തു. പക്ഷേ അവിടെ ഭയങ്കര തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ആസ്വദിച്ച് എന്താ പറയുക, സൗന്ദര്യം, പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അത് വേറെ കാര്യം. ഒരൊറ്റ ദിവസം ഭയങ്കര മയിലിനെ കണ്ടു അതന്നെ കണ്ടല്ലേ. അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ചിമ്മിനി ഡാം. അപ്പോൾ ഡാമും കാണാം. അപ്പോൾ കുട്ടികളൊക്കെ കൊണ്ട് ഭയങ്കര രസമായിരിക്കും കേട്ടോ. അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. കാര്യം നല്ല രസമുണ്ട് കാണാനായിട്ട്, ഒരുപാട് ആസ്വദിക്കാൻ പറ്റും. ഇത് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത, ആ സെയിം സ്ഥലം തന്നെ ക്രിയേറ്റ് ചെയ്ത ഫോട്ടോസൊക്കെയാണ്. മനോഹരമായ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ എടുത്തു. എനിക്ക് തന്നെ സ്വന്തമായിട്ട് എപ്പോഴെങ്കിലുമൊക്കെ ആസ്വദിക്കാമായിരുന്നു അങ്ങനെ ഫോട്ടോസൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വെറുതെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഭയങ്കരമായ റിസ്ക് ഒന്നും എടുക്കേണ്ട. അടുത്ത് തന്നെയാണ്, പോകണമെന്നുള്ളവരൊക്കെ പോയി അതൊക്കെ ആസ്വദിക്കുക, കാണുക, സന്തോഷിക്കുക. അപ്പോൾ ശരി, ടാറ്റ, ബൈ ബൈ. ഓക്കെ, എനിക്ക് പറ്റുന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു. ടാറ്റാ, ബൈ ബൈ.